ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്ന് ഈ മാംസപേശികളുടെ ബലക്കുറവ്, പിന്നെ രണ്ട് ഞരമ്പുകളുടെ പ്രോബ്ലം, പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. നമസ്കാരം. ഇത് നമ്മൾ ഒരു പ്രധാനപ്പെട്ട പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ എല്ലാ ആളുകളും വന്ന് ആദ്യമായിട്ട് പറയുന്നൊരു കംപ്ലൈൻറ്റാണ്, ഡോക്ടർ എനിക്ക് മൂത്രം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് ആണായാലും പെണ്ണായാലും ഒരേ കംപ്ലൈൻറ്റാണ്. നമ്മൾ മൂത്രത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയാൻ പറ്റും. കുട്ടിക്കാലം തൊട്ടുള്ളത് പറയേണ്ടി വരും. എന്നാലും നമുക്ക് പ്രായമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ്? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്ന് ഈ മാംസപേശികളുടെ ബലക്കുറവ്, പിന്നെ രണ്ട് ഞരമ്പുകളുടെ പ്രോബ്ലം, പിന്നെ സൈക്കോളജിക്കൽ പ്രോബ്ലം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ മിക്കവാറുമുള്ള ഞാനെല്ലാം ഈ ഡെവലപ്പ് കൺട്രീസ് പറയുന്നതിൻ്റെ കാരണം ഇപ്പോഴും നമ്മളൊരു പ്രിമിറ്റീവ് ലൈഫ് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യയെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ 85% ആളുകളും വില്ലേജസാണ്, വില്ലേജുകളിൽ താമസിക്കുന്നവരാണ്. ഈ പറയപ്പെടുന്ന സോക്കാൾഡ് സിവിലിയൻ ഇത്രയും സൗകര്യങ്ങളെല്ലാം ഈ കാണപ്പെടുന്ന സിറ്റികളിൽ മാത്രമാണുള്ളത്. അതേസമയം കേരളം നമുക്കതുപോലെ ഒരു സിറ്റിയായിട്ട് പറയാൻ ഒക്കത്തില്ല. കാരണം ഒരു കന്യാകുമാരി തൊട്ട് കാസർഗോഡ് വരെ, കന്യാകുമാരി നമ്മുടെ കേരളം തന്നെ പോലെയാണ്, കാസർഗോഡ് വരെ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. നമുക്കിവിടെ എവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒന്നിൽ പ്രൈവറ്റായിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ ഓപ്പൺ എയറിൽ എവിടെയൊക്കെ നമുക്ക് മൂത്രം തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കണമെന്ന് നിർത്താം. അതേസമയം ഇപ്പം ആളുകൾ പിന്നെ എല്ലാ സ്ഥലത്തും പോകുന്നുണ്ട്. അത് എയ്റോപ്ലെയിനിലായാലും ട്രെയിനിലായാലും ബസ്സിലായാലും എല്ലാ യാത്രയാണ് ഇപ്പോൾ ആളുകൾ. അപ്പോൾ ഓരോ യാത്രയ്ക്കും ഈ 10 മണിക്കൂറുകളോളം ഇരിക്കേണ്ടി വരും. പിന്നെ നമുക്കതിന് മുമ്പ് ഈ മൂത്രത്തിൻ്റെ ഒരു ആരംഭത്തെ പറ്റി പറയാം. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. ഉദാഹരണം, നമ്മുടെ ഒരു കിഡ്നിയുടെ ഫങ്ഷൻ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഫങ്ഷൻ തന്നെയും അത്യാവശ്യമാണ് വെള്ളം. ഈ വെള്ളം നമുക്ക് 4 ലിറ്ററാണ് നമ്മൾ കുടിക്കേണ്ടത്. ഈ 4 ലിറ്റർ പോയിട്ട് 2 ലിറ്റർ പോലും ആൾ കുടിക്കില്ല. പിന്നെ ഈ വെള്ളം കുടിച്ചാൽ തന്നെയും ചില ആൾക്ക് പെട്ടെന്ന് പോവും, ചില ആൾക്ക് നമ്മുടെ യൂറിൻ്റെ ബ്ലാഡറിൽ അല്ലെങ്കിൽ നമ്മുടെ മൂത്രസഞ്ചിയിൽ കളക്ട് ചെയ്യുന്നതിൻ്റെ അനുസരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന മസിൽ എന്ന് പറയുന്നത് സ്ഫിങ്ക്റ്റർ മസിൽസാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുങ്ങാനും വികസിക്കാനും ശക്തിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ മാംസപേശിക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഞരമ്പിനോ ചെറിയ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫ്രീക്വൻ്റായിട്ട് യൂറിൻ ഒഴിക്കേണ്ടി വരും. അപ്പോൾ യൂറിൻ തെറാപ്പി വരെയും ഉണ്ട്. അത് ഇതിൻ്റെ കൂടെ ഞാൻ ചെറുതായിട്ട് പറയാം. കാരണം മൂത്രം കുടിക്കുന്നത്, അപ്പം അതിനൊരു കാരണമുണ്ട്. ചില ആളുകൾ മൂത്രം ഒഴിക്കുന്നതിന് പകരം ഒരു കുപ്പിയും കൂടെ കൊണ്ടുപോയിട്ട് ഇത് കളയാൻ സ്ഥലമില്ലെന്നുണ്ടെങ്കിൽ അവരവൻ കുടിക്കും. ഇത് നമ്മൾ കൂടുതൽ പറയുന്നത് നമ്മുടെ ഒരു പ്രധാനമന്ത്രി മൊറാർജി ദേശായി, ലോകം മുഴുക്കുള്ള ആളുകൾക്കറിയാം അദ്ദേഹത്തിനെ പറ്റി. അതെവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഇരിക്കൂ. അതൊരു നല്ല ലക്ഷണമെന്നേ നമുക്ക് പറയാൻ പറ്റൂ. മൂത്രം കുടിക്കുന്നതല്ല, മൂത്രം ഒഴിക്കുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്ലെയിൻ ആക്സിഡൻറ്റ് വന്നു. അപ്പം പൈലറ്റ് എല്ലാവരും പറഞ്ഞ് പ്രധാനമന്ത്രിയല്ലേ, അപ്പം അങ്ങ് ഫ്രണ്ടിലിരിക്കണം. അദ്ദേഹം പറഞ്ഞ് എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാൻ ഒക്കില്ല, ഞാൻ പുറകിലിരുന്നോളാം, കാരണം എനിക്ക് കൂടെ മൂത്രം ഒഴിക്കണം. അപ്പോൾ ഇത് എയർപ്ലെയിൻ അവിടെ നിന്നെങ്കിൽ ഇവിടുന്ന് വരെ മൂത്രം ഒഴിക്കാൻ നടന്നു വരേണ്ട കാര്യമില്ല, ഞാനിവിടെ ഇരുന്നോളാം. പക്ഷേ ഈ പ്ലെയിൻ ക്രാഷായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു പാടത്താണ് പോയി വീണത്. അതിലുള്ള ഒരു 4-5 പേര് ഒഴിച്ച് ബാക്കി എല്ലാവരും പൊള്ളലേറ്റ് മരിച്ച് കത്തി. ഇത് ഇപ്പോൾ എയ്റോപ്ലെയിൻ്റെ അറ്റത്തായിരുന്നത് കൊണ്ട് ഇത് കൈയൊക്കെ പൊക്കി ഒരു കുഴപ്പമില്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുന്നത് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്.
അപ്പോൾ നമുക്ക് വിചാരിച്ച ഒഴിക്കുക പിന്നെ മൂത്രം ഒഴിക്കണം, മലമൂത്ര വിസർജനം കൺട്രോൾ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലുള്ള കുഴപ്പം ചിലപ്പോൾ ഇത് കൺട്രോൾ ആവും. ഈ മസിലങ്ങ് അടഞ്ഞു കഴിഞ്ഞാൽ മൂത്രം പോകത്തില്ല. ഈ മൂത്രം പോകാത്ത ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? യൂറിനറി ബ്ലാഡർ മാക്സിമം പിന്നെ അതിൻ്റെ കപ്പാസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടും. അപ്പം ഇത് ഒഴിക്കണോ തോന്നുമ്പോൾ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കതീട്രൈസേഷൻ ചെയ്തെങ്കിലേ മൂത്രം വരുള്ളൂ. ഞാൻ ഒരു കണ്ടീഷൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ളതിന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഈ ഇപ്പോൾ യാത്രയ്ക്ക്, ഇപ്പോൾ യാത്ര നേരത്തെ പറഞ്ഞ യാത്ര ഇപ്പം കന്യാകുമാരി തൊട്ട് പിന്നെ കാശ്മീർ വരെ പോകുന്ന നമ്മുടെ ഒരു ടെൻഡൻസി ആയിട്ട് മാറിക്കഴിഞ്ഞു. പഴയതുപോലെ അല്ല. പണ്ടെല്ലാം നടന്നൊക്കെയാണ് പോകുന്നത്. എയറോപ്ലെയിനിൽ പോവും, അവിടെ മൂത്രം ഒഴിക്കാൻ സൗകര്യമുണ്ട്. ട്രെയിനിൽ പോവും, അതിനും മൂത്രം ഒഴിക്കാൻ സൗകര്യമുണ്ട്. പിന്നെ ബസ് യാത്ര ചെയ്യുന്നവരുണ്ട്. ചില ആളുകൾ ഈ മൂത്രം ഒഴിക്കാൻ മടിച്ചിട്ടവർ കൺട്രോൾ ചെയ്ത് വയ്ക്കും. അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒന്ന് ഇൻവോളണ്ടറി ആയിട്ട് പോവും, അറിയാതെ പോവും. ഇത് കൂടുതലും സംഭവിക്കുന്നത് ലേഡീസിനാണ്. അപ്പോൾ അവർ ആണുങ്ങളാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പോയി എവിടെയെങ്കിലുമൊക്കെ മൂത്രം ഒഴിച്ചോടും. സ്ത്രീകൾക്കൊരു പ്രൈവസി വേണമല്ലോ, അതിനുള്ള സംവിധാനം നമ്മളിവിടെ എങ്ങും ഇല്ല. പിന്നെ ചുരുക്കം ഈ സിറ്റികളിൽ മാത്രം അത് കിട്ടും. ഇവർ ഓപ്പണായിട്ട് പോയി നിൽക്കത്തുമില്ല, ഇരിക്കത്തുമില്ല. അപ്പോൾ ഇവർക്ക് കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് മൂത്രം ഒഴിക്കേണ്ടത് പ്രധാന ഘടകമാണ്. അപ്പോൾ നമ്മൾ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതൊരു സംവിധാനം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടേ നമ്മളതിൽ ഇരിക്കാവത്. കൺട്രോൾ ചെയ്യുന്നത് വളരെ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. ഈ മൂത്രത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് മലത്തിൻ്റെ കാര്യവും. മൂത്രം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ മലം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മലമൂത്ര വിസർജനമാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ആദ്യം മലമൂത്ര വിസർജിക്കാനുള്ള സൗകര്യം അല്ലെങ്കിൽ സ്ഥലമുണ്ടോ എന്ന് നോക്കും. ഇപ്പം ഞാൻ എപ്പോഴും ഡെവലപ്പ് കൺട്രീസിൻ്റെ കാര്യം പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഉദാഹരണം യൂറോപ്പിൽ അമേരിക്കയിൽ റെസ്റ്റോറൻറ്റ് അവർക്ക് പെർമിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എല്ലാ സൗകര്യങ്ങളും കാണിച്ചിട്ട് ഏറ്റവും പ്രധാനമായിട്ട് കാണിക്കേണ്ടത് പിന്നെ മലമൂത്ര വിസർജനം, കക്കൂസും കുളിമുറിയാണ്. അപ്പോൾ അത് ആണുങ്ങൾക്ക് വേറെ, പെണ്ണുങ്ങൾക്ക് വേറെ. ഇപ്പോൾ നമ്മളിവിടുത്തെ പോലെ അവർക്ക് ഓപ്പൺ എയർ ഇപ്പാനൊക്കത്തില്ല. ഈ പിന്നെ വിൻ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ കാലാവസ്ഥ -40 വരെ പോകുന്ന സ്ഥലങ്ങളാണ് കൂടുതലും ഉള്ളത്. അവിടെ നമുക്ക് വെളിയിലോട്ട് പോകാനേ ഒക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഇതുപോലെ എല്ലാം അറേഞ്ച്ഡ്. ഡെവലപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡെവലപ്മെൻറ്റ് തന്നെയാണത്. ഇപ്പോൾ നമ്മൾ പല രാജ്യങ്ങളും പറയും നമ്മുടെ ഇന്ത്യയെ പോലെ അത്രയും ജനസാന്ദ്രതയുള്ളത് ലോകത്തൊന്നുമില്ല, ചൈനയായിരുന്നു. ഇപ്പോൾ ചൈനയും നമ്മൾ കടത്തി വെച്ചിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ സൗകര്യങ്ങളെല്ലാം ഒരുക്കണം. ഇതൊന്നും ഒരുക്കാതെ ആളുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഗുണത്തിന് പകരം വളരെ ദോഷം. അപ്പോൾ ഇതുപോലെ തന്നെ മലം കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് കൂടുതൽ സമയം ഇരിക്കുമ്പോഴത്തേക്ക് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. ഈ ഗ്യാസ് വെളിയിൽ പോയില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെ വരാം. പിന്നെ ഈ മലബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ വളരെ കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും മലമൂത്ര വിസർജനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ നോക്കി വയ്ക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടാണ്. അപ്പോൾ ഇതിന് സമയങ്ങളുണ്ട്. ഇപ്പം പിന്നെ അതുപോലെ ജോലി തിരക്കുണ്ട്. ആളുകൾക്ക് ചില ജോലിക്കാർക്ക് ജോലിക്ക് നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് മലമൂത്ര വിസർജന സൗകര്യം കാണില്ല. ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഈ പ്രീസ്റ്റാണ്. അപ്പോൾ പ്രീസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല. പിന്നെ അടുത്ത് അഫക്റ്റ് ചെയ്യുന്നത് ഈ കൂടുതൽ സമയം, ഇപ്പോൾ ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഈ പല കാര്യങ്ങൾ കൊണ്ടും ജഡ്ജസ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റുമാർ അവരുടെ ഡയസിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മലവും പോകാനുള്ള സമയമില്ല, മൂത്രമൊഴിക്കാൻ സമയമില്ല, വെള്ളം കുടിക്കാൻ സമയമില്ല. ഇതുതന്നെ സ്കൂളിൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അവർ മലമൂത്ര വിസർജനമുള്ള സംവിധാനം ചെയ്തു കൊടുക്കണം. വെള്ളം കുടിക്കാനുള്ളതും കുട്ടികൾക്ക് നടക്കാനുള്ളത്. ഇത് രാവിലെ കുട്ടികൾ ഒരു 4 മണിക്കൂർ ഒരേ ക്ലാസ് ഇരുത്തി പഠിപ്പിച്ച് അവർ പഠിക്കത്തുമില്ല, ഒന്നും മനസ്സിലാകത്തുമില്ല. പിന്നെ ഇത് പറയുമ്പോഴത്തേക്കും പിന്നെ ബ്രെയിനെ പറ്റി പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം ഈ ബ്രെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കൂടുതൽ അവൻ അബ്സോർപ്ഷൻ വരുത്തില്ല, നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പം ഈ ശ്രദ്ധിക്കണമെങ്കിൽ മലമൂത്ര വിസർജനം നല്ല കറക്റ്റായിരിക്കണം.
ഇല്ലെങ്കിൽ അവൻ ശ്രദ്ധിക്കാൻ ഒക്കത്തില്ല. എപ്പോഴും മൂത്രം ഒഴിക്കണോ മരം പോകണോ എന്ന് വിചാരിച്ചിരിക്കും. അതാണ് പേഷ്യൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഒരു കാര്യം. ഇപ്പോൾ ഉദാഹരണം, അവർക്ക് സൗകര്യം കൊടുത്തില്ലെങ്കിൽ ക്ഷേത്രമൊന്നോ പള്ളിയിൽ നിന്നോ ഒന്നുമില്ല, അവരറിയാതെ തന്നെ മൂത്രം പോകും. എത്രയോ ആളുകൾ വന്ന് പേഷ്യൻ്റ് എല്ലാത്തിനും എടുത്ത് പറഞ്ഞു, ഡോക്ടർ എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ കൺട്രോൾ ചെയ്യാൻ ഇതേ ഉള്ളൂ പണി, കൃത്യം തോന്നുമ്പോഴത്തേക്ക് ഒഴിക്കുക. പിന്നെ ഈ ഡയബറ്റീസ് ഉള്ള ആൾക്ക് അല്ലെങ്കിൽ മറ്റ് ഞരമ്പ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങളുള്ളവർക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെ വരും. കാരണം ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഞരമ്പുകളല്ലേ. ഞരമ്പുകളെന്ന് പറയുമ്പോഴത്തേക്ക് നേഴ്സാണ്. അവ നേഴ്സ് സപ്ലൈയുടെ പ്രോബ്ലം ഉണ്ടെങ്കിലും വരും. പിന്നെ ചില ആൾക്ക് ഈ വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും വരും. അത് ഇപ്പോൾ ചോദിക്കും, പിന്നെ വൈറ്റമിൻസ് കുറവുണ്ട്, മൂത്രത്തിന് പ്രോബ്ലം ഉണ്ടാവും. എല്ലാത്തിനും ഉണ്ടാവും വൈറ്റമിൻസ്, മിനറൽസ്, ട്രേസ്. ഇത് ഇത്രയും നമുക്ക് എല്ലാ അവയവങ്ങളുടെയും എല്ലാത്തിനും വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. കാരണം അത് ഈ മലമൂത്ര വിസർജനം ഏറ്റവും പ്രധാനമാണ്. അവ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു വർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത്രയും അവർക്ക് ഒരു സംവിധാനമില്ല. ചില ക്ഷേത്രങ്ങളിൽ ടോയ്ലറ്റ് കാണും, ചിലത് കാണത്തില്ല. ചില പള്ളികളിൽ ടോയ്ലറ്റ് കാണും, ചിലപ്പം മൂത്രം ഒഴിക്കാനുള്ള സൗകര്യം കാണും, മലത്തിനുള്ള സൗകര്യം കാണത്തില്ല. അത് ഇത് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ സിറ്റികളിൽ ചിലപ്പം ഇതെല്ലാം ഉണ്ടായിരിക്കും, ഗ്രാമപ്രദേശത്ത് ഇതൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ മൂത്രത്തിൻ്റെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രധാന കാര്യങ്ങൾ.